ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുളിയോദര. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണ് പുളിയോദര. അതിനായി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് 1 സ്പൂൺ ഉലുവ, അതിലേക്ക് കായം ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചോറ് മസാലകൾ കലർത്തി പുളി പേസ്റ്റ് ഉപയോഗിച്ച് ടെമ്പർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ലളിതമായ ചോറാണ് പുളിച്ചോറ് അല്ലെങ്കിൽ പുളിയോദര. ഈ പുളി അരി വളരെ സ്വാദുള്ളതും മസാലയും ചെറുതായി മധുരവും പുളിയും ഉള്ളതാണ് പ്രധാനം. ഇപ്പൊ നല്ല ചുവന്ന കളർ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ പാൻ അടുപ്പത്തോട്ട് വെച്ച് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പുളിയോദര ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉത്സവത്തിനോ പ്രത്യേക പൂജയ്ക്കോ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് അല്പം കൊച്ചുള്ളി അരിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ചുവന്നു വരുമ്പോൾ ഇതിലേക്ക് കപ്പൽ മുളകും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. രണ്ടും വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോ നല്ലോണം പൊന്നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം കപ്പൽ മുളകും ആഡ് ചെയ്യാം. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ് പുളിയോദര എന്ന് പറയുന്നത്. കുട്ടികളുടെ വയറും അതേപോലെ മനസ്സും ഒരേപോലെ നിറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ തീർച്ചയായും ലഞ്ച് ബോക്സ് കാലിയാക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ ഡിഷ് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ചുവന്നു വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലതുപോലെ തന്നെ ചുവന്ന കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി, നെല്ലിക്ക രൂപത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുന്നേ അരിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പൊ നമുക്കിതിലേക്ക് ഒഴിക്കുമ്പോൾ അതിലെ പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതിനായി നേരത്തെ തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്നത് വറ്റിച്ചെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് തിളയ്ക്കണം. അപ്പോഴാണ് പുളിയോദര ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് ഈ പൊടി. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 3 കപ്പാണ് ചോറ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴാണ് ആ പുളിയും ഉപ്പും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അതിനാണ് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് പോരാന്ന് തോന്നി, അപ്പൊ ഞാൻ അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു.
ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളുടെ ഈ ഭക്ഷണം സമ്പൂർണ്ണമാക്കാൻ ഇതോടൊപ്പം കുറച്ച് തൈരും കൂടി ചേർത്ത് കഴിക്കേണ്ടതാണ്. അപ്പൊ അടിപൊളിയായിരിക്കും ആ കിടിലൻ കോമ്പിനേഷൻ. അപ്പൊ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഇതിന്റെ കമന്റുകൾ ഫീഡ്ബാക്കുകളായി അറിയിക്കുക. തീർച്ചയായും ഈ പുളിയോദര കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും. അതുകൊണ്ട് തന്നെ മറക്കാതെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.